സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരേ പേര് ദളപതി വിജയ് എന്നാണ്. കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ദളപതി വിജയ് ഇല്ല, CM വിജയ്. ഒരു കാലത്ത് സിനിമാ സ്ക്രീനിൽ ദളപതി എന്ന പേര് കേട്ടാൽ തന്നെ തിയേറ്റർ കുലുങ്ങിയിരുന്ന കാലം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി രാത്രി മുഴുവൻ കാത്തിരുന്ന ആരാധകർ. ഒരു എൻട്രി സീൻ വരുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന ആവേശം. അതേയാൾ തന്നെ ഇന്ന് യഥാർത്ഥ ജീവിതത്തിൽ ഒരു സംസ്ഥാനത്തെ നയിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതെ, ദളപതി വിജയ് ഇനി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇതൊരു സിനിമാ കഥയല്ല, വർഷങ്ങളായി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു യാത്രയുടെ ഫലമാണ്. സിനിമയിൽ ഒരു സ്റ്റാറായി ഉയർന്നത് മാത്രമല്ല, ജനങ്ങളുമായി ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചൊരു വ്യക്തിയാണ് വിജയ്. അത് ഫാൻ ബേസിൽ നിന്ന് സപ്പോർട്ടായി മാറി, സപ്പോർട്ട് വോട്ടായി മാറി, ഒടുവിൽ അത് അധികാരമായി മാറി. പഴയ കാലം തൊട്ട് നോക്കിയാൽ തമിഴ്നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം പുതിയ കാര്യമൊന്നുമല്ല. MG രാമചന്ദ്രൻ, ജയലളിത, അങ്ങനെ ഇവരൊക്കെ ഈ വഴി വന്നവരാണ്. പക്ഷേ അവർ വന്ന കാലവും ഇന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ മത്സരവും ഒക്കെ കൂടി വന്നപ്പോൾ ഒരു സ്റ്റാറിന് നേരെ അധികാരത്തിലേക്ക് എത്തുക എന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെയാണ് വിജയ് എന്ന നടനെ വ്യത്യസ്തനാക്കുന്നത്. പൊതുവെ അധികം സംസാരിക്കാത്ത, പക്ഷേ സംസാരിക്കുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിത്വം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾ ആദ്യം നോക്കുന്നത് ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. ഒരു പുതിയ പാർട്ടിയൊക്കെ ആകുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. കാരണം സിനിമയിൽ മാസ് ഡയലോഗ് പറഞ്ഞ ക്രൗഡ് കൈയടിക്കും. പക്ഷേ ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും. യുവാക്കൾക്ക് ജോലി, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് റിലീഫ് തരുന്ന പദ്ധതികൾ, ഇതൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം വിജയ് ഏറ്റെടുത്തിരിക്കുന്ന ചാലഞ്ച് ചെറിയതൊന്നുമല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ സമ്മർദ്ദം, ഭരണപരമായ പരിചയക്കുറവ്, ബ്യൂറോക്രസി മാനേജ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. മുഖ്യമന്ത്രിയായ ആദ്യ ദിവസങ്ങൾ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് മുമ്പോട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി മറ്റൊരു വലിയ ചോദ്യം ദളപതി വിജയുടെ സിനിമാ കരിയർ എന്താകും എന്നതാണ്. വർഷങ്ങളായി തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസിനെ താങ്ങി നിർത്തിയൊരു പേരാണ് വിജയ്. ഓരോ വിജയ് സിനിമയും അത് ഒരു ആഘോഷമായിരുന്നു. അപ്പോൾ ആ യാത്ര ഇവിടെ ഓൾമോസ്റ്റ് അവസാനിക്കാൻ പോകുവാണ്. അതൊരു ആരാധകർക്കുള്ള ഇമോഷണൽ മൂമെൻ്റ് ആണ്. കാരണം ഇനിയൊരു പുതിയ വിജയ് പടത്തിന് റിലീസ്, സെലിബ്രേഷൻ മോഡ്, ഡീകോഡിങ്, അങ്ങനെയുള്ള പരിപാടികളൊന്നുമേ ഇല്ല. അതേസമയം സിനിമാ ഇൻഡസ്ട്രിക്കും ഇത് വലിയ നഷ്ടമാണ്. ഒരു സ്ഥിരതയുള്ള ടോപ്പ് ആക്ടർ ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ആ സ്പേസ് ഫില്ല് ചെയ്യാൻ മറ്റുള്ളവർക്കൊക്കെ അവസരം ലഭിക്കും. പക്ഷേ വിജയുടെ സ്ഥാനത്ത് ആര്? അതൊരു ചോദ്യചിഹ്നം മാത്രമായി എന്നും നിലനിൽക്കും. കാര്യം വിജയ് എന്ന ബ്രാൻഡ് വാല്യൂ അത് ഒരു സംഭവം തന്നെയാണ്. അതേ കൺസിസ്റ്റൻസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു പേര് ഇന്ന് തമിഴ് സിനിമയിലില്ല. ഇനി രാഷ്ട്രീയപരമായി നോക്കിയാൽ ഇതൊരു പുതിയ ട്രെൻഡാകാൻ സാധ്യതയുണ്ട്. സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് ഇതൊരു സിഗ്നലായിരിക്കും. ജനങ്ങളുമായി കണക്റ്റ് ഉണ്ടെങ്കിൽ പൊളിറ്റിക്സിലും ഉയരാൻ കഴിയും എന്നത്. പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. കാരണം ടൈമിങ്, ഇമേജ്, പബ്ലിക്കിൻ്റെ വിശ്വാസം, ഇവയെല്ലാം ഒന്നിച്ച് മാച്ചാകണം. ദളപതി വിജയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു. ഒരു ആക്ടറായി തുടങ്ങി ഒരു മാസ് സ്റ്റാറായി വളർന്നു. അവിടെ നിന്ന് ഒരു ജനപ്രിയ നേതാവായി മാറി. ഇന്ന് ഒരു സംസ്ഥാനത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയായി എത്തി. ഇതൊരു സാധാരണ കരിയർ ഗ്രോത്ത് അല്ല, ഇതൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. ഇനി മുമ്പോട്ടുള്ള യാത്രയും അത്ര എളുപ്പമൊന്നുമല്ല. ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തും, അതുറപ്പാണ്. പക്ഷേ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇദ്ദേഹത്തെ നോക്കുന്നത്. അവരുടെ വിശ്വാസം നിലനിർത്താൻ കഴിയുമോ, അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ സാധിക്കുമോ, അതാണ് ഇനി കാണേണ്ടത്. കാരണം സിനിമയിൽ ക്ലൈമാക്സ് എഴുതുന്നത് ഡയറക്ടറാണ്, പക്ഷേ രാഷ്ട്രീയത്തിൽ ക്ലൈമാക്സ് എഴുതുന്നത് ജനങ്ങളാണ്. അപ്പോൾ വിജയ് പൊളിറ്റിക്സിൽ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ വിജയുടെ ഈ യാത്രയെക്കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ഇതൊരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ഒരു തലമുറയുടെ തന്നെ മാറ്റമാണ്. സിനിമയെ വെറും വിനോദം എന്ന നിലയിൽ മാത്രം കണ്ടിരുന്ന ആളുകൾ ഒരു വ്യക്തിയുടെ ആശയങ്ങളെയും സമീപനങ്ങളെയും കൂടി സ്വീകരിക്കാൻ തുടങ്ങി എന്നതാണ് വലിയ മാറ്റം. ഒരു സ്റ്റാർ എന്ന നിലയിൽ കിട്ടിയ പ്രഭാവം ഒരു നേതാവായി ഉപയോഗിക്കാൻ വിജയ് ശ്രമിച്ചു. അതാണ് ഇവിടെ വിജയ്ക്ക് വിജയമായി മാറിയത്. ആരാധകർ അദ്ദേഹത്തെ വെറും നടനായി മാത്രമല്ല കണ്ടത്, ഒരു വിശ്വാസമായി കണ്ടു. ആ വിശ്വാസം തന്നെയാണ് ഇന്ന് വോട്ടായി മാറിയത്. ഇനി ഭരണത്തിലെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും വലിയ ശ്രദ്ധ നേടും. ചെറിയ തീരുമാനങ്ങൾ പോലും വലിയ ചർച്ചയാകും. കാരണം ഒരു സിനിമ റിലീസ് പോലെയല്ലിത്. ഇവിടെ ഓരോ ദിവസവും ഓരോ പരീക്ഷയാണ്. വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാനുള്ള അവസരം എല്ലാ ദിവസവും കിട്ടും. അപ്പോൾ ആ അവസരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഏറ്റവും വലിയ സംഭവം. അതിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ യുവാക്കളുടെ പങ്കും ഇവിടെ വളരെ പ്രധാനമാണ്. വിജയുടെ വിജയത്തിന് പിന്നിൽ വലിയൊരു യുവജന പിന്തുണയുണ്ടായിരുന്നു. ആ യുവാക്കൾക്ക് ഇപ്പോൾ പ്രതീക്ഷ കൂടിയിട്ടുണ്ട്. ജോലി അവസരങ്ങൾ, ഒരു നല്ല ഭാവി, ഇവയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങളായി അവർ പറഞ്ഞത്. അതിനാൽ ഈ മേഖലയിലാകും അദ്ദേഹത്തിൻ്റെ ആദ്യ ഫോക്കസ് വരാൻ സാധ്യത.
ഇതോടൊപ്പം തന്നെ ഒരു നേതാവായി അദ്ദേഹം തൻ്റെ ടീമിനെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റയ്ക്കൊന്നും ഇവിടെ സാധിക്കില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ശരിയായ ആളുകളെ ശരിയായ സ്ഥാനത്ത് നിർത്തിയാൽ മാത്രമേ ഭരണത്തിൽ വിജയിക്കാൻ സാധിക്കൂ. ഇത് സിനിമ പോലെയല്ല, ഇവിടെ ഒരു ടീം ഗെയിമാണ്. ഇനി മറ്റൊരു കാര്യവും ശ്രദ്ധിക്കണം, വിമർശനം. സിനിമയിൽ വിമർശനം വന്നാൽ അത് ഒരു ലെവലിൽ മാത്രമേ ബാധിക്കൂ. പക്ഷേ രാഷ്ട്രീയത്തിൽ വിമർശനം നേരിട്ട വിജയുടെ മൊത്തം ഇമേജിനെ ബാധിക്കും. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതൊക്കെ വലിയ കാര്യമാണ്. അതേസമയം ആരാധകരുടെ സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പക്ഷേ അതുമാത്രം മതിയാകില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളെ വിശ്വാസം നേടിയെടുക്കണം. അത് നേടാൻ ഇത്തിരി സമയമെടുക്കും. ഒരു പുതിയ പാർട്ടിയൊക്കെ ആകുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് നിലനിർത്തുക എന്നതും വലിയ കാര്യമാണ്. ഇനി സിനിമയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം തന്നെയാണിത്. പുതിയ താരങ്ങളൊക്കെ വരും, പുതിയ റെക്കോർഡുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ വിജയുടെ കാലഘട്ടം അത് വേറിട്ട ഒന്നാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇനി ആരെക്കൊണ്ടും ഉണ്ടാക്കാൻ സാധിക്കില്ല. സിനിമാപരമായിട്ട് നോക്കിയാൽ ഇത് തമിഴ് ഓഡിയൻസിന് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ ബോധമുള്ളൊരു പൗരൻ എന്ന രീതിക്ക് ചിന്തിക്കുമ്പോൾ വിജയ് ഒരു ലീഡറായിട്ട് എത്തുന്നത് നല്ല കാര്യമാണ്. കാരണം ഒരുപാടധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പുള്ളിക്ക് അവസരം കിട്ടും. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കാൻ വിജയ് കൊണ്ട് സാധിക്കും. ഇനി ഒരു കാര്യം മാത്രം, യഥാർത്ഥ കഥ ഇപ്പോഴാണ് തുടങ്ങുന്നത്. സ്ക്രീനിൽ കാണിച്ച കഥകളേക്കാൾ വലിയൊരു കഥ യഥാർത്ഥ ജീവിതത്തിൽ എഴുതപ്പെടാൻ പോകുവാണ്. അതിൻ്റെ അടുത്ത ചാപ്റ്റർ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് കാണാൻ എല്ലാവരും കാത്തിരിക്കുവാണ്. ഈ കഥയുടെ അടുത്ത ഭാഗം എന്തായിരിക്കുമെന്ന് നോക്കുമ്പോൾ അത് പൂർണ്ണമായും വിജയുടെ തീരുമാനങ്ങളിലേക്കാണ് ആശ്രയിക്കുന്നത്. ഒരു നേതാവായി അദ്ദേഹം എടുക്കുന്ന ഓരോ ചുവടും ഭാവിയിൽ ഒരു വലിയ ഉദാഹരണമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം സിനിമയിൽ നിന്ന് നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്ന് അതിലും വിജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനം നേടുന്നത് ഒരു ചെറിയ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇതൊരു മാതൃകയായി മാറും. ഇനി ഭരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചില വലിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ കാത്തിരിക്കുന്നത് വാക്കുകളല്ല, പ്രവൃത്തിയാണ്. ആദ്യത്തെ 100 ദിവസം തന്നെ ഒരു സർക്കാരിൻ്റെ ദിശ വ്യക്തമാക്കുന്ന സമയമാണ്. ആ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുകയോ ചെയ്യും. അതിനാൽ ഈ ഘട്ടം വളരെ നിർണായകമാണ്. ഇനി ഗ്രാമപ്രദേശങ്ങൾ, നഗരങ്ങൾ, വ്യത്യസ്തമായ സമൂഹങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പദ്ധതികൾ വരുമോ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു വിഭാഗത്തെ മാത്രം നോക്കിയാൽ അത് നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. സമത്വം ഉറപ്പാക്കുന്ന രീതിയിൽ ഒരു ഭരണം മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധവും വലിയൊരു ഫാക്ടറാണ്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ ഭരണക്ഷമതയെ നിർണ്ണയിക്കും. രാഷ്ട്രീയത്തിലെല്ലാം ഒരുപോലെ നേരിട്ട് നടക്കില്ല. പലപ്പോഴും നയതന്ത്രപരമായ സമീപനങ്ങളാണ് വേണ്ടത്. ഇനി മീഡിയയുടെ പങ്കും ഇവിടെ വളരെ വലുതാണ്. ഓരോ കാര്യവും നിരീക്ഷിക്കുന്നൊരു കാലഘട്ടമാണിത്. ചെറിയൊരു പിഴവ് പോലും വലിയ രീതിയിൽ ചർച്ചയാകും. അതുകൊണ്ട് ട്രാൻസ്പെറൻസി ഉള്ളതും ക്ലാരിറ്റി ഉള്ളതുമായൊരു ഭരണമാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു കാര്യം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല, ജനങ്ങൾ നൽകിയ ഈ അധികാരം ഒരിക്കലും സ്ഥിരമല്ല. അത് ഓരോ തിരഞ്ഞെടുപ്പിലും വീണ്ടും നേടിയെടുക്കേണ്ടതാണ്. അതിനായി സ്ഥിരമായി നല്ല പ്രകടനം കാഴ്ചവെക്കണം. ഇപ്പോൾ വിജയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യമാണിത്. ഒരു സ്റ്റാർ ആയിരുന്നതിൽ നിന്ന് ഒരു സ്ഥിരതയുള്ള നേതാവായി മാറാൻ കഴിയുമോ എന്നത്. അതിൻ്റെ ഉത്തരം ഒറ്റ ദിവസം കൊണ്ട് ലഭിക്കില്ല. സമയമെടുത്ത് ചെയ്യുന്ന പ്രവർത്തികളിലൂടെ മാത്രമേ അത് തെളിയിക്കാൻ സാധിക്കൂ. കാരണം ഇത് ഇനിയൊരു സിനിമയല്ല, യഥാർത്ഥ ജീവിതമാണ്. അതിനാൽ ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും അതിൻ്റെ എഫക്റ്റും ചരിത്രമായി മാറും.